പേര് യോന. മീൻ വിഴുങ്ങിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. ഞാനൊരു പ്രവാചകനും കൂടിയാണ്. ബട്ട് റിസ്ക് എടുക്കാൻ ഇച്ചിരി പിറകിലാണ് ഞാൻ. അത് ഇതോടെ മാറിക്കിട്ടി. ഒരു ദിവസം കർത്താവ് പറഞ്ഞു, നിനവേലേക്ക് പോയി അവരുടെ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിച്ച് അവരോട് അനുദപിക്കാൻ പറയാൻ. കിട്ടുന്ന പരിപാടിയാണ്. ഞാൻ നൈസായിട്ട് എസ്കേപ്പ് അടിച്ചു. നേരെ കപ്പലിൽ താർശിഷ് വെച്ച് പിടിച്ചു. ഞാൻ ആരെയാണോ പറ്റിക്കാൻ നോക്കിയേ ആ ബോസിന്റെ എഴിന്റെ പണി കിട്ടി. നടുക്കടലിൽ കപ്പൽ വെട്ടും. എന്താണ് പ്രശ്നമെന്ന് അറിയാൻ നറുക്കിട്ടു. കൃത്യം എന്റെ പേര് തന്നെ. എന്റെ കഥ കേട്ട ഉടനെ കാര്യങ്ങൾക്കൊരു തീരുമാനമായി. എന്നെ എടുത്ത് വെള്ളത്തിലിട്ടു. അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. ഏതോ ഒരു മീൻ എന്നെ വിഴുങ്ങി. 3 രാവും 3 പകലും വേറെ മൂടായിരുന്നു. ആ മീനിന്റെ വയറ്റിലുള്ള ജീവിതം, അതെന്റെ ഉള്ളിലെ നാറ്റം, പറയാൻ വാക്കുകളില്ല മക്കളെ. അവസാനം ഞാൻ കർത്താവിനോട് മാപ്പ് പറഞ്ഞു. വേഗവും തന്നെ നിനവേക്കെത്തി. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. അതാണ് ദൈവവിളി. അത് അവിടുന്ന് മറ്റുള്ളവരിലൂടെയാകും നമ്മെ അറിയിക്കുക. ഫോർ എക്സാമ്പിൾ, അച്ഛന്മാർ, ടീച്ചർമാർ, കൂട്ടുകാർ, മുതിർന്നവർ, സിസ്റ്റർമാർ. അത് മൈൻഡ് ചെയ്യണ്ടേ? തന്നിഷ്ടം കാണിക്കാൻ നിന്ന മോനെ 8ന്റെ പണി കിട്ടും. അതോടെ ഈ പ്രാർത്ഥന വേഗം പഠിച്ചോ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 25-ാം അധ്യായം 4-ാം വാക്യം. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. Please catch the call, otherwise he will catch you. പരസ്പരം ലഭിക്കുന്ന തണലാണ് എല്ലാ ബന്ധങ്ങളും നിലനിർത്തുന്നത്. നട്ടുച്ച നേരമാണ്. പൊടിയും സിമന്റും കലർന്ന അന്തരീക്ഷത്തിൽ ശ്വാസം മുട്ടിക്കുന്ന ചൂടായിരുന്നു. അവിടെ 3 തൊഴിലാളികൾ ഒരേ നിരയിലിരുന്ന് ചെങ്കല്ലുകൾ പണിയുകയായിരുന്നു. നിർമ്മാണ സ്ഥലത്തെ പൊടിപടലങ്ങൾക്കിടയിലൂടെ നടന്നു വന്ന അപരിചിതൻ കുറച്ചുനേരം അവരെ നിരീക്ഷിച്ചു. ഒരേ ജോലി ചെയ്യുന്ന 3 പേരുടെയും മുഖഭാവങ്ങൾ 3 തരത്തിലാണെന്ന് അയാൾ ശ്രദ്ധിച്ചു. അദ്ദേഹം ആദ്യത്തെ ആളുടെ അടുത്തു ചെന്നു. അയാൾ ഓരോ കല്ല് വയ്ക്കുമ്പോഴും നെടുവീർപ്പിടുന്നുണ്ടായിരുന്നു. വിയർപ്പ് തുടച്ച് അയാൾ ഇടയ്ക്കിടയ്ക്ക് വാച്ചിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അപരിചിതൻ ആദ്യത്തെ തൊഴിലാളിയോട് ചോദിച്ചു, താങ്കൾ എന്താണ് സുഹൃത്തെ ഇങ്ങനെ അസ്വസ്ഥതയോടെ പണിയുന്നത്? അയാൾ തലയുയർത്താതെ തന്നെ വെറുപ്പോടെ മറുപടി പറഞ്ഞു, കാണുന്നില്ലേ, ഞാൻ ഈ ചെങ്കല്ലുകൾ പണിയുകയാണ്. ഈ കരിവെയിലത്ത് ഇതൊരു വല്ലാത്ത ജോലിയാണ്. നടു ഒടിഞ്ഞു ചെയ്യുന്ന ഈ ജോലി എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. അയാളെ സംബന്ധിച്ച് ആ ജോലി സ്ഥലം ഒരു കാരാഗ്രഹമായിരുന്നു. അപരിചിതൻ രണ്ടാമത്തെ തൊഴിലാളിയുടെ അടുത്തേക്ക് നീങ്ങി. അയാൾ യാന്ത്രികമായ വേഗത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. സുഹൃത്തെ, താങ്കൾ എന്തു ചെയ്യുകയാണ് അവിടെ? അപരിചിതൻ ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ പണമുണ്ടാക്കുകയാണ്. എന്റെ കുടുംബത്തിന്റെ അന്നം മുട്ടാതിരിക്കാൻ എനിക്ക് കൂലി വേണം. എനിക്ക് ഈ പണിയോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ പണം കിട്ടാൻ വേറെ വഴിയൊന്നുമില്ലല്ലോ. അയാൾ യാന്ത്രികമായി ജോലി തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം അപരിചിതൻ മൂന്നാമത്തെ ആളുടെ അടുത്തെത്തി. അയാൾ വളരെ ശ്രദ്ധയോടെ ഓരോ കല്ലും അളന്നു നോക്കി വളരെ കൃത്യതയോടെ വയ്ക്കുകയാണ്. ഇടയ്ക്ക് അയാൾ ദൂരേക്ക് നോക്കി എന്തോ ഒരു സ്വപ്നം കാണുന്നത് പോലെ ചിരിക്കുകയാണ്. ആസ്വദിച്ച് പണിയെടുക്കുകയാണ്. സുഹൃത്തെ, താങ്കൾ എന്തു ചെയ്യുകയാണ് അവിടെ? അപരിചിതൻ ചോദിച്ചു. അയാൾ ആവേശത്തോടെ എഴുന്നേറ്റ് നിന്നു. തിളങ്ങുന്ന കണ്ണുകളോടെ അയാൾ പറഞ്ഞു, ഞാൻ വരും തലമുറയ്ക്കായി മനോഹരമായ ഒരു ദേവാലയം പണിയുകയാണ് ഇവിടെ. വർഷങ്ങൾ കഴിഞ്ഞാലും ആളുകൾ വന്ന് ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ, അവർക്ക് സമാധാനം ലഭിക്കുമ്പോൾ ഈ ചുവരുകളിൽ എന്റെ കൈസ്പർശനമുണ്ട് എന്നുള്ള ചിന്ത എനിക്ക് വലിയ സന്തോഷവും കൃതാർത്ഥതയും നൽകും. ചുട്ടുപൊള്ളുന്ന വെയിലും ശരീരവേദനയും അയാൾ അറിയുന്നേ ഇല്ലായിരുന്നു. കാരണം അയാളുടെ മനസ്സിൽ വെറുമൊരു ഭിത്തി പണിയലായിരുന്നില്ല, മറിച്ച് മനോഹരമായ ഒരു ലക്ഷ്യത്തിന്റെ രൂപമുണ്ടായിരുന്നു. നാം ചെയ്യുന്ന കാര്യങ്ങൾ വെറും ജോലി മാത്രമായി തോന്നുമ്പോൾ അത് ഭാരമായിരിക്കും. എന്നാൽ ചെയ്യുന്ന കാര്യങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ ആ പാതയിലെ കഷ്ടപ്പാടുകൾ വെറും വേദനയല്ല, ആനന്ദമാണ് നൽകുന്നത്. കാഴ്ചകൾ മാറുമ്പോൾ കല്ലുകൾ വെറും കല്ലുകളല്ലാതായി മാറുന്നു. അവ ചരിത്രത്തിലേക്കുള്ള കൽപ്പടവുകളായി മാറുന്നു. ഉദരപൂരണത്തിനുള്ള അധ്വാനം നമ്മളെ ഒരു പണിക്കാരനാക്കുമ്പോൾ ഉന്നതമായ ലക്ഷ്യത്തിനായുള്ള സമർപ്പണം നമ്മളെ കാലത്തിന്റെ ശില്പിയാക്കുന്നു. മുന്നിലുള്ള തടസ്സങ്ങളെയല്ല, മുകളിൽ പൂർത്തിയാകാനിരിക്കുന്ന ഗോപുരങ്ങളെ നോക്കി നടക്കുക. ലക്ഷ്യബോധമുള്ളവന് അധ്വാനം കണ്ണുനീരല്ല. ആദ്യം ഈ സീനൊന്ന് കണ്ടു.
ഒരു ചിന്ത. നമ്മൾ എത്ര കണ്ട് സ്നേഹം പറഞ്ഞാലും ഒരു പരിധിക്കപ്പുറം നമ്മളെ അവരിലേക്ക് ചേർത്ത് നിർത്താത്ത ചില മനുഷ്യരുണ്ട്. ഇങ്ങോട്ടുള്ള സ്നേഹത്തിനൊന്നും ഒരു കുറവും ഉണ്ടാവില്ല. പക്ഷേ എപ്പോഴും അവർ ഒരു അതിർവരമ്പ് സൂക്ഷിക്കും. അവരെ ഒന്ന് നിരീക്ഷിച്ചു നോക്കിയാൽ അറിയാം, നമ്മളോട് മാത്രമല്ല എല്ലാ മനുഷ്യരോടും അവർ അങ്ങനെയായിരിക്കും. ആഘോഷങ്ങളിലും സന്തോഷങ്ങളിലുമൊന്നും ഒരു പരിധിക്കപ്പുറം അവർ കൂടാറുമില്ല. സംസാരം പോലും ഒരു പരിധി കഴിയുമ്പോൾ ഉള്ളു തുറന്നു പോകുമെന്ന് അവർക്ക് തോന്നി തുടങ്ങുമ്പോൾ അവർ സ്വയം പിൻവാങ്ങി പതിയെ നിശബ്ദമാകും. ഇവരെന്താ ഇങ്ങനെയെന്ന് ഒപ്പമുള്ളവർ ചിലപ്പോൾ അടക്കം പറഞ്ഞേക്കാം. എല്ലാത്തിനും പരിധി നിശ്ചയിക്കുന്ന ആ മനുഷ്യരൊക്കെയും ഒരിക്കലൊരു കാലത്ത് പരിധികളില്ലാതെ ആരെങ്കിലുമൊക്കെ സ്നേഹിച്ചവരുമായിരിക്കും. അങ്ങനെ സ്നേഹിച്ചവർക്ക് വേരുകൾ ആഴ്ത്തിയിരിക്കാൻ സ്വന്തം ഹൃദയത്തിൽ ഇടം കൊടുത്തവരായിരിക്കും. അങ്ങനെ ചേർത്ത് നിർത്തിയവർ ഒരു യാത്രാമൊഴി പോലും പറയാതെ ആഴ്ത്തിയ വേരുകൾ പറിച്ചെടുത്ത് തീരാത്ത നോവുകൾ ചുരത്തി പടിയിറങ്ങിപ്പോയിട്ടുണ്ടാവും. ഇനിയൊരു മനുഷ്യനിലേക്ക് ഒരുപാടങ്ങ് അടുത്തുപോയാൽ വീണ്ടും ഒരു നോവിൻ്റെ തീവ്രത താങ്ങാനുള്ള കരുത്ത് അവരുടെ തകർന്ന ഹൃദയത്തിന് ഉണ്ടാകില്ലെന്ന സത്യം അവർക്ക് മാത്രമല്ലേ അറിയൂ. സ്വന്തം ജീവിതത്തെ ഇനിയും ഒരു പരീക്ഷണശാലയാക്കാൻ മനോബലമില്ലാത്തത് കൊണ്ടാണ് അകൽച്ചയുടെ ഒരു ചെറിയ വര വരച്ച് ആ മനുഷ്യരൊക്കെ അതിനപ്പുറം നിൽക്കുന്നത്. കടപ്പാട് ജയേഷ് മൈനാഗപ്പള്ളി. ബെന്റലി കാർ കുഴിച്ചുമൂടിയ ശതകോടീശ്വരൻ. 2013 ബ്രസീലിയൻ ശതകോടീശ്വരനായ ചിക്കീഞ്ഞോസ് കാർപ്പ സോഷ്യൽ മീഡിയയിൽ ഒരു വിചിത്രമായ പ്രഖ്യാപനം നടത്തി. തൻ്റെ പക്കലുള്ള ഏകദേശം 4 കോടിയിലധികം രൂപ 5 ലക്ഷം ഡോളർ വില വരുന്ന ആഡംബര കാറായ ബെന്റലി കോണ്ടിനെൻ്റൽ അദ്ദേഹം കുഴിച്ചുമൂടാൻ പോകുന്നു. ഈ ചടങ്ങ് തത്സമയം റിപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹം മാധ്യമങ്ങളെ ക്ഷണിക്കുകയും ചെയ്തു. എന്തായിരുന്നു കാരണം? തനിക്ക് ആ കാർ അത്രമേൽ പ്രിയപ്പെട്ടതാണെന്നും മരിച്ചു കഴിഞ്ഞാലും അടുത്ത ജന്മത്തിൽ അത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് താൻ ഇത് ചെയ്യുന്നതെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. പുരാതന ഈജിപ്തിലെ രാജാക്കന്മാർ തങ്ങളുടെ സ്വർണവും സമ്പത്തും ഒപ്പം അടക്കം ചെയ്തിരുന്ന രീതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ നീക്കമെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുടെ പ്രതികരണം. ഈ വാർത്ത കേട്ടതോടെ സോഷ്യൽ മീഡിയ ഒന്നടക്കം അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു. സ്വാർത്ഥൻ, മണ്ടൻ, ഭ്രാന്തൻ എന്നിങ്ങനെ വിളിക്കാത്ത പേരുകളില്ല. ഇത്രയും പൈസയുള്ള ഒരു വണ്ടി നശിപ്പിക്കുന്നതിന് പകരം പാവപ്പെട്ടവർക്ക് കൊടുത്തുകൂടെ എന്നായിരുന്നു എല്ലാവരുടെയും ചോദ്യം. ആ വലിയ ദിവസം ബിഗ് റിവീൽ കാർ കുഴിച്ചുമൂടാൻ നിശ്ചയിച്ച ദിവസം മാധ്യമപ്രവർത്തകരും ജനങ്ങളും അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ ഒത്തുകൂടി. JCB ഉപയോഗിച്ച് വലിയൊരു കുഴി ഉണ്ടാക്കി. കാർ അതിലേക്ക് ഇറക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ നിന്നവർ കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. ജനം, ഇത് ചെയ്യരുത്, ഇതൊരു വലിയ തെറ്റാണ്, മരിക്കുമ്പോൾ നമ്മളൊന്നും കൂടെ പോകില്ല, വെറും കയ്യോടെയാണ് പോകുന്നത്. സ്കാർപ്പ: ഇതെൻ്റെ കാർ, എൻ്റെ തീരുമാനം. ജനം: പക്ഷേ ഇത് പാഴാക്കുകയല്ലേ, ഇത്രയും വിലപ്പെട്ട ഒരു സാധനം ഇങ്ങനെ നശിപ്പിക്കുന്നത് എന്തിനാണ്? അപ്പോഴാണ് ആ നാടകീയമായ നിമിഷമുണ്ടായത്. അദ്ദേഹം കാർ കുഴിച്ചു മൂടുന്നത് നിർത്തിയിട്ട് ലോകത്തോട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ആഡംബര കാറുകൾ കുഴിച്ചു മൂടുന്നത് വിഡ്ഢിത്തമാണ്. എന്നാൽ ഇതിലും വിലപ്പെട്ട ശരീരഭാഗങ്ങൾ, കണ്ണുകൾ, ശ്വാസകോശം, ഹൃദയം, കരൾ നിങ്ങൾ മണ്ണിലടക്കം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഒരു കാറിനേക്കാൾ എത്രയോ മടങ്ങ് വിലയുള്ളതാണ് നമ്മുടെ അവയവങ്ങൾ. അവ കൊണ്ട് മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും. കാർ കുഴിച്ചു മൂടുന്നത്
അസംബന്ധമാണെങ്കിൽ അവയവങ്ങൾ ദാനം ചെയ്യാതെ കത്തിച്ചു കളയുന്നതും കുഴിച്ചു മൂടുന്നതും അതിലും വലിയ അസംബന്ധമല്ലേ? ബ്രസീലിയൻ അസോസിയേഷൻ ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റുമായി ചേർന്ന് അവയവദാനത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാൻ അദ്ദേഹം നടത്തിയ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് ആയിരുന്നു അത്. ഈ ഒറ്റ സംഭവം കൊണ്ട് ബ്രസീലിലെ അവയവദാന നിരക്ക് വെറും ഒരു മാസത്തിനുള്ളിൽ 31.5% വർദ്ധിച്ചത്. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബുദ്ധിപരമായ പ്രചരണങ്ങളിൽ ഒന്നായി ഇത് ഇന്നും കണക്കാക്കപ്പെടുന്നു. ആ മനുഷ്യൻ്റെ ചങ്കൂറ്റത്തിന് ഒരു വലിയ സല്യൂട്ട്. ഭൗതികമായ സമ്പാദ്യങ്ങൾ മണ്ണിൽ കുഴിച്ചു കൂടുന്നത് വിഡ്ഢിത്തരമാണെന്ന് സ്കാർപ്പ പറയുമ്പോൾ, സ്നേഹവും ജീവനും മറ്റുള്ളവരുടെ നിലനിർത്തുന്നതാണ് ഏറ്റവും വലിയ പുണ്യമെന്ന് ആലിൻ മോളുടെ ഓർമ്മകൾ നമ്മെ പഠിപ്പിക്കുന്നു. സ്കാർപ്പയുടെ ആ ക്രേസി ഫ്ലെക്സ് പോലെ തന്നെ ആലിൻ്റെ കുടുംബം കാട്ടിയ ആ വലിയ മനസ്സിന് നമുക്ക് ആദരവോടെ പ്രണാമം അർപ്പിക്കാം. മരണശേഷം മറ്റൊരാളിലൂടെ ജീവിക്കുക എന്നതിനേക്കാൾ വലിയൊരു സമ്പാദ്യം വേറെയില്ല. കടപ്പാട്, ജെറി പൂവക്കാല. ദൈവമായ കർത്താവേ, അങ്ങ് ഉന്നതനത്ര, അങ്ങ് അതുല്യനാണ്. ദൈവമായ കർത്താവേ, അങ്ങ് ഉന്നതനത്ര, അങ്ങ് അതുല്യനാണ്. 2 സാമുവൽ 7. கண்ணே கலைமானே கன்னிமயிலென்ன கண்டேன் உன்னை நானே. கண்ணே கலைமானே கன்னிமயிலென்ன கண்டேன் உன்னை நானே. அந்திப்பகலுன்னை நான் பார்க்கிறேன், ஆண்டவனே இதைத்தான் கேட்கிறேன். ராரிராரோ ஓ ராரிரோ, ராரிராரோ ஓ ராரிரோ. கண்ணே கலைமானே கன்னிமயிலென்ன கண்டேன் உன்னை நானே. ஒரு வகை அமைதி, ஏழை என்றால் அதிலொரு அமைதி. நீயோ கிளிப்பேடு பண்பாடும் ஆனந்த குயில் பேடு. ஏனோ தெய்வம் சதி செய்தது, பேதை போலே விதி செய்தது. கண்ணே கலைமானே கன்னிமயிலென்ன கண்டேன் உன்னை நானே.
அந்திப்பகல் உன்னை நான் பார்க்கிறேன், ஆண்டவனே இதை தான் கேட்கிறேன். ராரிராரோ ஓ ராரிரோ, ராரிராரோ ஓ ராரிரோ. காதல் கொண்டேன், கனவினை வளர்த்தேன், கண்மணி உன்னை நான் கருத்தினில் நிறைத்தேன். உனக்கே உயிரானன் என்னாலும் என்னை நீ மறவாதே. நீ இல்லாமல் இது நிம்மதி, நீதானே என் சந்நிதி. கண்ணே கலைமானே கன்னிமயிலென்ன கண்டேன் உன்னை நானே. அந்திப்பகல் உன்னை நான் பார்க்கிறேன், ஆண்டவனே இதை தான் கேட்கிறேன். ராரிராரோ ஓ ராரிரோ, ராரிராரோ ஓ ராரிரோ, ராரிராரோ ஓ ராரிரோ, രാരിരാരോ ഓ രാരിരോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്. പ്രാർത്ഥനയോടെ